ഒരു ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. എങ്ങനെയാണ് ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുറവുണ്ട്, മുടി കൊഴിച്ചല്ല നല്ല കുറവുണ്ട്. എത്ര യൂസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ച് നിന്നത്? ഒരു രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും മുടി കൊഴിച്ചിരുന്നത്. കുറവ്. അപ്പോൾ നമുക്ക് 2 യൂസിൽ തന്നെ അമ്മയ്ക്ക് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിന്നു കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഇടയിൽ ആൾക്കാർ, അതായത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രായം കൂടിയവരായാലും എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഹെയർ ഫോൾ. ഹെയർ ഫോൾ വന്നിട്ട് നമുക്കൊരു 18 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആവാം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, അല്ലെങ്കിൽ ക്ലൈമറ്റ്, നമ്മൾ മാറി താമസിച്ച് ഹോസ്റ്റലിലൊക്കെ അങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഉറക്കം കറക്റ്റായി കിട്ടാണ്ടാകുമ്പോൾ, പിന്നെ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെയർ ഫോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു രീതിക്ക് നമുക്ക് കൺട്രോളായി കിട്ടുന്നില്ലെങ്കിൽ ചിലരും ഹോസ്പിറ്റലിൽ ഒരുപാട് ക്രിട്ടിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ എന്നിരുന്നാലും നിങ്ങൾക്ക് കൺട്രോൾ ആവുന്നില്ല എങ്കിൽ ചിലർ ഷാമ്പൂയിലൂടെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ ഒരു നാച്ചുറൽ ഒരു ഹോം റെമഡി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇത് ഒരു ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോയ്സിനെ പറ്റിയ എന്തെങ്കിലും സ്കിൻ കെയറോ ഹെയർ കെയർ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ബോയ്സിനും പറ്റിയ ഒരു വീഡിയോ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫുൾ ആയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ ഒരു ഹെയർ കൺട്രോൾ പാക്കാണ്. ഈ പാക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കാട്ടിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ റിപ്പീറ്റിൽ നമ്മൾ ഒന്നും കൂടി കാണിക്കുകയാണ്. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ബോയ്സ് ഗേൾസിന് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് വേഗം തന്നെ പോകാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മള് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതാണോ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു ഓയിൽ ഉണ്ട്, നിങ്ങൾക്ക് അത് പ്രിപ്പയർ ചെയ്തിട്ട് അതുപോലത്തെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. നിങ്ങൾ അത് കേൾവി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് വെച്ചാൽ ആ ഓയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നിങ്ങൾ ഹെയറിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഹെയർ ഫോൾ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മുടി നനയ്ക്കാതിരിക്കുന്നത് ഒട്ടും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കരുത്. ആഴ്ചയിൽ 1-2 വട്ടം മാത്രം കഴുകട്ടോ. ഡെയിലി കുളിക്കാനും പാടില്ല. ബോയ്സിന് പിന്നെ ഒരുപാട് വയർപ്പൊക്കെ ഉള്ളതാണ്. എന്നിരുന്നാലും മാക്സിമം നിങ്ങളുടെ സ്കാൽപ്പ് വൃത്തിയായി വെക്കാൻ മാത്രം നോക്കുക കേട്ടോ. ഒരുപാട് മുടി കഴുകി ഒരുപാട് ഹാർഷായിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ ഇട്ട് ഇതാക്കരുത്. അപ്പൊ നിങ്ങൾ സമാധാനത്തിൽ മസാജ് ചെയ്തിട്ട് മാത്രം വാഷ് ചെയ്യുക കേട്ടോ. ഗേൾസിന് അങ്ങനെ ഒരുപാട് വേർപ്പിന്റെ പ്രശ്നമുണ്ടല്ല, ബോയ്സിന് കൂടുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഓയിൽ മസാജ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ എല്ലാവരും നിങ്ങൾ ഓയിൽ ഏതാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയറിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങളുടെ മുടി നല്ല കോമ്പ് യൂസ് ചെയ്തിട്ട്, അതായത് നല്ല പല്ല് വിടവുള്ള കോമ്പ് യൂസ് ചെയ്തിട്ട് മുടിയുടെ ചിക്കുകളൊക്കെ കളയാം. ബോയ്സും ആണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ലെങ്ത് ഉള്ള ഹെയർ ആണ്, ചിക്ക് വരുന്ന കെട്ടൊക്കെ വീഴുന്ന ഹെയർ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. അല്ലെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെയർ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യാം കേട്ടോ. മസാജ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുടി കുറച്ചൊരു 30 മിനിറ്റ് ഒന്ന് വിട്ടേക്കാം. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സ്റ്റീം ചെയ്യുക. നിങ്ങൾ ആവി പിടിക്കുക. ആവി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് നമ്മുടെ സ്കാൽപ്പിന്റെ ഓരോ സുഷിരങ്ങളിലൊക്കെ നന്നായിട്ട് ഇറങ്ങും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാക്ക് വന്നിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ട് അത് പ്രവർത്തിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും ശ്രദ്ധിക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്ന 3 സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊന്ന് മുടിയിലെ ചിക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് കോമ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓയിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ഹെയറിലും നല്ല സ്കാൽപ്പിലും മുടിയിലും നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കുക. ഒരു 30 മിനിറ്റ് ശേഷം നിങ്ങൾ ഒന്ന് സ്റ്റീം ചെയ്യുക, ആവി പിടിക്കുക കേട്ടോ. അങ്ങനെ 3 സ്റ്റെപ്പിന് ശേഷം വേണം നമ്മൾ ഹെയർ പാക്ക് ചെയ്യാൻ. അപ്പോൾ ഹെയർ പാക്കിന്റെ നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോകാം. അതെങ്ങനെയാണ് ഹെയർ പാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ,
ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് നമ്മൾ വേണ്ട ഒരു സാധനം തന്നെയാണ് ചെമ്പരത്തി ഇല, അതിൻ്റെ പൂക്കൾ, മൊട്ട് ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ നമ്മുടെ മുരിങ്ങ ഇലയാണ് വേണ്ടത്. മുരിങ്ങ ഇല ഉണ്ടെങ്കിൽ എടുക്കാം, ഓപ്ഷനാണ്, അത് ഏതെങ്കിലും വേണമെങ്കിൽ എടുക്കാം. പിന്നെ കഞ്ഞിൻ്റെ വെള്ളമാണ്. നമുക്ക് വെള്ളം ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തിക്കിനനുസരിച്ച് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കഞ്ഞിൻ്റെ വെള്ളം. പിന്നെ നമുക്ക് ഉലുവ കുതിർത്തി വെച്ചതാണ്. പിന്നെ ഓപ്ഷനായിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ് തുളസി വന്നിട്ട് നമുക്ക് എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഭയങ്കര തണുപ്പുള്ളതാണ്. അപ്പോൾ നമുക്ക് നീരിറങ്ങുക, ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തുളസി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു ജാറിലേക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും തുളസി, പിന്നെ ഉലുവ കുതിർത്തി വെച്ചത്, ചെമ്പരത്തി ഇലയൊക്കെ, പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പൂക്കൾ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, മെയിനായിട്ട് ഇലയാണ് വേണ്ടത്. അപ്പോൾ അതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കാം. പൂ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂവിൻ്റെ എൻഡിൻ്റെ ഒരു തലപ്പിലുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഇതൊന്നും നുള്ളിക്കളയാം. പിന്നെ ബാക്കിലുള്ള ഈ ഒരു കമ്പ് അതിൻ്റെ സംഭവം അത് നുള്ളിക്കളയാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികളാണ്, അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാൻ വഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിൻ്റെ പൊടികൾ അവൈലബിൾ ആണ്, എൻ്റെ പൗഡറായിട്ട് കിട്ടുന്നത് അവൈലബിൾ ആണ്. അപ്പം നല്ലത് നോക്കിയിട്ട് ഞാൻ എൻ്റെ ഓൺലൈൻ ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റിലൊക്കെ ഇതുപോലത്തെ ആയുർവേദിക്കായിട്ടുള്ള പ്യൂറായിട്ട് ഒരു ഡ്രൈ ചെയ്ത് പൊടിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങനെ വാങ്ങാം. ഇല്ലെങ്കിൽ ഓൺലൈനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നോക്കിയിട്ട് കറക്റ്റ് നല്ലത് നോക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരയ്ക്കാം, ഇല്ലെങ്കിൽ അമ്മയിലിട്ട് അരയ്ക്കാം, ഏതാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനാണ് കേട്ടോ. പിന്നെ പൊടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, പൗഡർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ശേഷമാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ. എല്ലാം കൂടിയിട്ട് പൊടികളൊക്കെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ശേഷം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. കുറച്ചും കൂടി നമ്മുടെ ഉലുവയൊക്കെ ഒന്ന് തിക്കായിട്ടൊന്ന് വരും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണോ വേണ്ടേ, വെള്ളമല്ല നമ്മൾ കഞ്ഞിൻ്റെ വെള്ളം ചേർക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ നോക്കാം. കഞ്ഞിൻ്റെ വെള്ളം മാത്രം ചേർക്കാവൂ, വെള്ളം ഒരിക്കലും യൂസ് ചെയ്യരുത്. ഓക്കെ, പാക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ നമ്മുടെ 3 സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടികളൊക്കെ ചിക്കുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിതുപോലെ 2 ഭാഗം ഇങ്ങനെ 2 ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കട്ടെ. മുടി കുറവുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഓരോ മുടി ഇഴകളെടുത്തിട്ട് ലൈൻ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ഫോക്കസ് ചെയ്തിട്ട് സ്കാൽപ്പിൽ ആദ്യം അപ്ലൈ ചെയ്യുക കേട്ടോ. സ്കാൽപ്പിൽ ടച്ച് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് അറിയണം, വിരലുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് സ്കാൽപ്പ് തട്ടുന്ന പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ മുടി ഇഴകളും ഇതുപോലെ ഒന്നിങ്ങനെ മാറ്റി കൊടുത്തിട്ട് ഇങ്ങനെ ലൈനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം ഫ്രണ്ടിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കിലോട്ട് നമുക്ക് വരാട്ടോ. ആദ്യം ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഒരു ലെഫ്റ്റിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് പോവുക, പിന്നെ റൈറ്റിലേക്ക് പിന്നെ അപ്ലൈ ചെയ്ത് പോവുക, പിന്നെ ബാക്കിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പിന്നെയും അപ്ലൈ ചെയ്യാം കേട്ടോ. എന്നാൽ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിൽ എത്തണം. നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാവുന്നത് നമ്മൾ സ്കാൽപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മുടി ഫുള്ളായിട്ട് കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, അല്ലാതെ ചിലവർക്ക് മുടി പൊട്ടി പോകും. അങ്ങനെ സ്റ്റാർട്ടിങ് നമ്മുടെ താഴത്തെ മുടി തൊട്ട് ഇങ്ങനെ പൊട്ടി മുടി പകുതി വരെ പൊട്ടി നിൽക്കുന്ന ഒരു രീതിയിലേക്കും നമ്മുടെ ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് 2 കാറ്റഗറിയിൽ ഞാൻ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ളും മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട്, മുടി ഇങ്ങനെ പൊട്ടിയും പോകാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്കാൽപ്പിൽ നിന്ന് മുടി ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലും നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഇത് ഹെയർ ഫോളിന് മാത്രമേ നമ്മുടെ മുടി നന്നായിട്ട് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം, ചെമ്പരത്തി ഇല വന്നിട്ട് നമ്മുടെ മുടിക്ക് എത്ര ഗുണമുള്ളതാണെന്നൊക്കെ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. ഇത് നമുക്കത്ര ഈ മുരിങ്ങൻ്റെ ഇലയുണ്ടല്ലോ, മുരിങ്ങൻ്റെ ഇലയും തുളസിയൊക്കെ ഓപ്ഷനാണ്. ബാക്കിയാണ് നമുക്ക് മെയിനായി വേണ്ടത് കേട്ടോ. ഉലുവയും ചെമ്പരത്തി, ഈ 2 സാധനങ്ങളുണ്ടെങ്കിൽ പോലും നമ്മുടെ ഹെയർ പാക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മുടിയിലും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയിൽ എല്ലാ മുടിയിലും ഇങ്ങനെ ആവുന്ന രീതിക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ മുടിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കാൽപ്പിന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ മുടി ഒന്ന് കെട്ടിവെക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടിവെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് എത്ര സമയം വേണമെങ്കിലും 1 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഞാനൊക്കെ 1 മണിക്കൂർ വെച്ചിട്ടാണ് വാഷ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ അമ്മയ്ക്കും തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് ഏജ് ഒന്നും ഇല്ല കേട്ടോ. ഹെയർ ഫോൾ നന്നായിട്ട് ഉണ്ടാകുന്നവർക്ക്
2-3 യൂസ് ചെയ്ത് തന്നെ നല്ല മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അമ്മ യൂസ് ചെയ്തിട്ട് അമ്മയ്ക്ക് ഒരു മാസം മുമ്പ് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു റിസൾട്ട് ഉള്ളത് അമ്മ പറയും. എങ്ങനെയാണ് അമ്മ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കുറവുണ്ട്, മുടി കൊഴിച്ചലിന് നല്ല കുറവുണ്ട്. എത്ര യൂസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുടി കൊഴിച്ച് നിന്നത്? ഒരു 2ാമത്തെ പ്രാവശ്യം ആകുമ്പോഴേക്കും മുടി കൊഴിച്ചിരുന്നത്. മുടി കൊഴിച്ചലിന് കുറവുണ്ട്. അപ്പോൾ നമുക്ക് 2 യൂസിൽ തന്നെ അമ്മയ്ക്ക് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ ഏജൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എത്ര ഏജ് ഉള്ളവരാണെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ വേറെ എന്തെങ്കിലും മെഡിസിനും കാര്യങ്ങളൊക്കെ ഷാമ്പു യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഒരു താളി നാച്ചുറലാണ്, കെമിക്കലൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള ബാക്കി ആഫ്റ്റർ റിസൾട്ട് അതെങ്ങനെയാണ്, ആഫ്റ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി വാഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അത്യാവശ്യം ഡ്രൈ ഒന്നും ആവില്ല. ഞാൻ ഡ്രൈ ആവണ മുമ്പ് തന്നെ ഒരുപാട് അങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കരുത്. ഡ്രൈ ആവണ മുമ്പ് തന്നെ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പും മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യില്ല, എങ്ങനെ മസാജ് ചെയ്തിട്ട് അതുപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ഓയിലും അഴുക്കുകളും മുടിയിലുള്ള അഴുക്കുകളും ഓയിലൊക്കെ നന്നായിട്ട് പോകട്ടെ. അപ്പോൾ എൻ്റെ മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഷാമ്പു ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ പാക്കിൻ്റെ പൊടികളൊക്കെ ഹെയറിൽ നിൽക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നമ്മളൊന്ന് മുടിയൊക്കെ ഉണങ്ങിയിട്ട് ഒന്ന് കോംബ് ചെയ്യുമ്പോൾ അതെല്ലാം പോകും കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ആണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ മുടിയിലുള്ള ആ പൊടികളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ മുടി ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നിങ്ങളൊന്ന് കോംബ് ചെയ്യുക കേട്ടോ. മുടി നനവിൽ ഇരിക്കുമ്പോൾ കോംബ് ചെയ്യരുത്. ഇതുപോലത്തെ നല്ല പല്ല് കോമ്പിന് ഇങ്ങനെ ചെറുപ്പിന് ഇതുപോലെ പല്ലൊക്കെ അകലമുള്ളത് എടുത്തിട്ട് യൂസ് ചെയ്യുക. എനിക്കിപ്പോൾ ഇത് തന്നെ പറ്റത്തുള്ളൂ. എൻ്റെ മുടി കുറച്ച് ഡ്രൈ ഹെയറാണ്, അതുകൊണ്ട് കുറച്ച് തിക്കാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു കോമ്പൊക്കെയാണ് മുടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങത്തുള്ളൂ. എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ചിക്കൊക്കെ കളഞ്ഞ് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മുടിയിലുള്ള ആ പൊടികളൊക്കെ വേഗം തന്നെ പോകട്ടെ. നമ്മൾ മുടി ഡ്രൈ ആകുമ്പോൾ തന്നെ വെള്ളമൊക്കെ നനവൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ആ പൊടികളൊക്കെ പെട്ടെന്ന് പൊയ്ക്കോളും. അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ആ പാക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം. പിന്നെ അരിച്ചെടുക്കൊക്കെ പറഞ്ഞാൽ കുറച്ച് മെനക്കേടാണ്. അപ്പോൾ അത് മെനക്കെടാൻ വയ്യാത്തവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഡ്രൈ ആയിക്കാൻ ആ പൊടികളൊക്കെ പോകട്ടെ, വലിയ സീനൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ മുടി നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെത്തേഡ് തന്നെയാണ്, ഒരു സ്റ്റെപ്പാണ്. നമ്മൾ നന്നായിട്ട് മുടി ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മുടി ചിക്കോട് അങ്ങനെ വെക്കരുത്. നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഒരു ഓയിലും എൻ്റെ ഹെയറിലില്ല, ഫുൾ ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. കണ്ടോ, നമ്മൾ ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ച് ഈ താളി ഇട്ടതിന് ഓയിലൊക്കെ പോകുമോ അല്ലെങ്കിൽ ഹെയറിൽ തന്നെ ഓയിൽ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് വേണ്ട. നമ്മുടെ താളി യൂസ് ചെയ്തതിന് കഴിഞ്ഞാൽ നമ്മുടെ പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഓയിലൊക്കെ പോകും. കണ്ടോ, എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഹെയറിൽ ഒരു തരി ഓയിൽ പോലും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഓയിൽ പോകാനും നമ്മുടെ ഹെയർ വന്നിട്ട് നല്ല ഉള്ളുള്ള പോലെ ആക്കാനൊക്കെ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പുറത്തുള്ള എൻ്റെ ഫോട്ടോ വന്നിട്ട് 1 ഇയർ മുമ്പുള്ളതാണ്. നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ മാത്രമല്ല ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ട് തരും. ബോയ്സ് ആൻഡ് ഗേൾസിന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മുടി കൊഴിയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് മുടി കോമ്പ് ചെയ്യാണ്ടിരിക്കുക, ചിക്കൊക്കെ കളയാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും ഒരിക്കലും നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ മുടി കോമ്പ് ചെയ്യണം. രാവിലെ രാത്രിയൊക്കെ മുടി കോമ്പ് ചെയ്യണം. പിന്നെ ഹെയറിൽ ഒരു മസാജ് കൊടുക്കണം. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഹെയറിന് നന്നായിട്ട് ഒരു മസാജ് കൊടുത്തിട്ട് ഒന്നില്ലെങ്കിൽ മുടി മെടഞ്ഞിടുക, അല്ലെങ്കിൽ മുടി ഒന്ന് സെറ്റായിട്ട് ഒന്ന് മേലെ ഒന്ന് കെട്ടി വെക്കുക, ഏതെങ്കിലും ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ മുടി കോമ്പ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ തെറ്റാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയട്ടെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതെന്തായാലും ബോയ്സ് ആൻഡ് ഗേൾസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാണ്ടിരിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നവരേക്ക് ടാറ്റാ, ബൈ ബൈ.